നരിവേട്ട മൂവിയുടെ ഷോർട്ട് റിവ്യൂ ആണ്. ഡയറക്റ്റഡ് ബൈ അനുരാജ് മനോഹർ, മ്യൂസിക് ബൈ ജേക്സ് വിജോയ്, സിനിമാറ്റോഗ്രാഫി വിജയ്. എക്സലൻറ്റ് വർക്ക്. ആക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പേര് ടൊവിനോ തോമസ്. പുള്ളി നന്നായിട്ട് ഈ ഫിലിമിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് നല്ല പെർഫോമൻസുകളാണ് ഇപ്പോൾ ടൊവിനോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടച്ച് വുഡ്, പുള്ളിയുടെ കരിയർ ഇങ്ങനെ പോകട്ടെ. പുള്ളി പുള്ളിയുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നെ പറയാം. സുരാജേട്ടൻ, പുള്ളിക്കുള്ള റോൾ ഇതൊക്കെ പുള്ളിക്ക് ഈസിയാണ്. ഇതൊന്നും ഒരു ടഫ് സംഭവമേ അല്ല. വളരെ കൺവിൻസിങ് ആയിട്ട് രസമായിട്ട് ടൊവിനോയുടെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന പോലത്തെ ചില ഉപദേശങ്ങളും കാര്യമായിട്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞെട്ടിച്ചത് ചേരനാണ്. തമിഴിൽ നിന്നുള്ള ചേരൻ, മറ്റേ പഴയ ഓട്ടോഗ്രാഫിൻ്റെയൊക്കെ ഡയറക്ടർ. പുള്ളി അസാധ്യമായിട്ട് വളരെ ഈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ ഒരു എലിവേഷനൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ നല്ലൊരു ചോയ്സ് ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു. അത് നന്നായിട്ട് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ആര്യ സലീം, എല്ലാവർക്കും അറിയാം ഇത് മുത്തങ്ങ ഫിലിമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മുത്തങ്ങ ആദിവാസി പ്രക്ഷോഭത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2003 നടന്ന. അപ്പോൾ അതിലെ CK ജാനുവിൻ്റെ കഥാപാത്രമാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ചില അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരുപാട് ടൈം എടുത്ത് തന്നെ ഇവർ ഈ വേൾഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതായത് പാരലി ആദിവാസി ഗ്രാമങ്ങളും അവരുടെ ദിനചര്യകളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ തിരിച്ചടിക്കാൻ പാകപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നത്, അവരുടെ നിസ്സഹായാവസ്ഥ, ഇതെല്ലാം വളരെ രസമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വരച്ച് കാട്ടിയിട്ടുണ്ട്. പാരലി ടൊവിനോയ്ക്ക് എന്താ പറയുക, സെൽഫിഷ് ആയിട്ടുള്ളൊരു സ്വഭാവം, പിന്നെ അതിൽ നിന്നുള്ള പുള്ളിയുടെ മാറ്റങ്ങൾ, പുള്ളിയുടെ ഗതികേടുകൾ, പുള്ളിയുടെ ലവ് ഇൻട്രസ്റ്റ്, പിന്നെ പുള്ളിക്കൊരു ജോലി കിട്ടിയിട്ട് പുള്ളി എന്താ പറയുക ആംഡ് ഫോഴ്സ് അതിലേക്ക് പോകുന്നതും, പോലീസിൻ്റെ ആംഡ് ഫോഴ്സ് വിങ്ങിലേക്ക് പോകുന്നതും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ടൈം എടുത്ത് ബിൽഡ് ചെയ്ത് ഇവരെല്ലാവരും അവസാനം മുത്തങ്ങയിൽ വരികയും അവിടെ ആദിവാസികൾ ഈ റെസ്ട്രിക്റ്റഡ് ലാൻഡ് കയ്യേറിയത് കൊണ്ടുള്ള പ്രശ്നങ്ങളും, അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഫസ്റ്റ് വേൾഡ് ബിൽഡിങ്ങും സെറ്റിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫാക്ട്സ് എല്ലാം പറഞ്ഞതിന് ശേഷം ഇതൊരു ഫിക്ഷൻ മോഡ് പിടിക്കുന്നതും ഒരു ഹീറോ സെൻട്രിക് ആയിട്ട് ഈ കഥ നീങ്ങുന്നിടത്താണ് എനിക്ക് കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തത്. ഞാൻ ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത് ഒരു പട സിനിമയില്ലേ നമ്മുടെ വിനായകൻ, കുഞ്ചാക്കോ ബോബനൊക്കെ അവരൊക്കെ അഭിനയിച്ചതൊരു നടന്ന സംഭവത്തിൻ്റെ ഒരു വെൽ ഡോക്യുമെൻറ്റഡ് വേർഷനാണ്. അപ്പം എൻ്റെ ഇഷ്ടത്തിന് സിനിമ ഉണ്ടാക്കി തരണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ഫിക്ഷനെന്ന് ഡയറക്ടർ ഓൾറെഡി ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ലെവലിലുള്ളൊരു ഫിക്ഷൻ, അല്ലെങ്കിൽ ഒരുപാട് ഏച്ചുകെട്ടലുകൾ, എഴുത്തിലെ പ്രശ്നമായിരിക്കാം എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ഏച്ചുകെട്ടലുകൾ ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ഒരു എബോവ് ആവറേജ് ഫീലിംഗ് തന്നൊരു മൂവി തന്നെയാണ്. സോ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക.